കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4 ഘട്ടം പൂർത്തിയായിരിക്കുകയാണ്. ശേഷിക്കുന്ന 3 ഘട്ടത്തിൽ ജനവിധി കാത്തിരിക്കുന്നത് റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ. ഇപ്പോഴിതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് മോദി പത്രിക സമർപ്പിച്ചത്. രാവിലെ ഗംഗയിൽ മുങ്ങിക്കുളിച്ച ശേഷം നദീതീരത്തെ ദശാശ്വമേധ് ഘട്ടിലും കാലഭൈരവ ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തിയ പ്രധാനമന്ത്രി വാരണാസി കളക്ട്രേറ്റിൽ 11:40 ശേഷമുള്ള മുഹൂർത്തത്തിലാണ് പത്രിക സമർപ്പിച്ചത്. പിന്താങ്ങിയ 4 പേരും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിക്കൊപ്പം കളക്ട്രേറ്റിലെത്തി. നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ മോദിയുടെ സ്വത്ത് വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോദിക്ക് സ്വന്തമായി വീടോ വാഹനമോ ഭൂമിയോ ഇല്ല. മോദിക്കെതിരെ കേസുകളുമില്ല എന്നാണ് മോദിയുടെ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാർഷിക വരുമാനം 23.56 ലക്ഷം രൂപയാണെന്ന് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൈവശമുള്ള പണം, ബാങ്ക് ഡെപ്പോസിറ്റ്, ആഭരണമടക്കം 3.02 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളാണുള്ളത്. സ്വന്തം പേരിൽ വീട്, വാഹനം, ഭൂമി എന്നിവയില്ല. ഒരു തരത്തിലുമുള്ള സ്ഥാവര സ്വത്തുക്കളുമില്ല. 5.6 പവൻ വരുന്ന 4 സ്വർണമോതിരം കൈവശമുണ്ട്. PMOയിൽ നിന്നുള്ള ശമ്പളവും പലിശയുമാണ് വരുമാന സ്രോതസ്. ലഘു സമ്പാദ്യ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 9.12 ലക്ഷം രൂപയുണ്ട്. 2019 ഇത് 7.61 ലക്ഷം രൂപയായിരുന്നു. 2019 20,000 രൂപയുടെ L&T ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ നിക്ഷേപങ്ങളൊന്നുമില്ല. 2019 സത്യവാങ്മൂലം അനുസരിച്ച് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 8 സെന്റ് ഭൂമിയിൽ 1.1 കോടി മൂല്യം വരുന്ന വീടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണത്തെ സത്യവാങ്മൂലത്തിൽ ഇതുമില്ല. 2 തവണ ഭരിച്ചിട്ടും മോദിക്കെതിരെ കേസുകളുമില്ല. 1978 ഡൽഹി സർവകലാശാലയിൽ നിന്നും BA, 1983 ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും MA എന്നിങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 13-15 തീയതികളിൽ ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഞാൻ പങ്കെടുക്കുമെന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം മോദി പറഞ്ഞിരുന്നു.